എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ മഴയോടുകൂടി ഇന്നത്തെ പ്രഭാതം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാടും മഴയും പുഴകളുള്ള അരുണാചൽ പ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തെക്കുറിച്ചാണ്. ആദ്യമേ നിങ്ങൾ ഈ കാണുന്ന ഒരു സർക്കാർ സ്കൂളാണ്. എന്നാൽ ഈ സ്കൂളിൽ അധ്യാപകരോ കുട്ടികളോ വരാറില്ല. ഈ പ്രദേശങ്ങളിലുള്ള ചെറിയ കുട്ടികൾ പോലും കുറച്ച് ദൂരെയുള്ള ഹോസ്റ്റലുകളിൽ പോയി നിന്നിട്ടാണ് വിദ്യാഭ്യാസം നടത്തുന്നത് തന്നെ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നവോദയ വിദ്യാലയം. ഇവിടെ 6ാം ക്ലാസ്സിലേക്കുള്ള ടെസ്റ്റ് എഴുതി പാസ്സായവർക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമീപപ്രദേശങ്ങളിലുള്ള വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഈ നവോദയയിൽ പഠിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ കാണുന്നത് ഈ ഗ്രാമത്തിലെ പള്ളിയാണ്. എല്ലാ ഞായറാഴ്ചയും ഈ ഗ്രാമത്തിലുള്ളവർ ഇവിടെ ഒത്തുകൂടി പ്രാർത്ഥിക്കാറുണ്ട്. അധികം വലിപ്പമുള്ള പള്ളികളോ അമ്പലങ്ങളോ ഒന്നും ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. എല്ലാം ചെറിയ ചെറിയ പള്ളികളാണ്. ഇത് ഈ ഗ്രാമത്തിലെ വഴിയാണ്. നല്ല മഴയും തണുപ്പും ഒക്കെ കാരണം ഇപ്പം ഇതിലൂടെയുള്ള നടപ്പ് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നതെല്ലാം ഇവിടെയുള്ള വീടുകളാണ്. അരുണാചൽ പ്രദേശിലെ ജനങ്ങളുടെ ജീവിതം മുളകളുമായി വളരെയധികം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവിടെയുള്ള വീടുകളും വേലികളും എന്നു വേണ്ട എല്ലാം തന്നെയും മുളകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാത്രവുമല്ല ഈ സ്ഥലത്ത് ഭൂമികുലുക്കങ്ങളും മണ്ണൊലിപ്പും കൂടുതലായിട്ടുള്ളതിനാൽ വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളും സാധ്യമല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഇവിടെയുള്ള എല്ലാ വീടുകളും മുളയും മറ്റ് തടികളും ഉപയോഗിച്ച് ഒരാൾ പൊക്കത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിനു മുകളിൽ അവർ വീട് പണിയുമാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് വന്യജീവികളോ മറ്റ് പാമ്പോ മറ്റ് ജീവികളോ ഒന്നും അകത്ത് കിടക്കുകയില്ല. ഈ മുളങ്കമ്പുകൾക്ക് മുകളിൽ പുല്ല് വിരിക്കുകയോ ടിൻഷീറ്റ് വിരിക്കുകയോ ആണ് പൊതുവായി ചെയ്യുന്നത്. ഇവിടെയുമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ പലതരത്തിലുള്ള വാഴകൾ. പല ടൈപ്പ് വാഴപ്പഴങ്ങളെ കിട്ടാറുണ്ട്. പക്ഷേ ഏത്തപ്പഴം മാത്രം കിട്ടാറില്ല. വാഴപ്പഴം മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ചക്ക കിട്ടാറുണ്ട്, ചേന ചേമ്പ് കാച്ചിൽ എന്ന് വേണ്ട നമ്മുടെ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പലവർഗ്ഗങ്ങളും ഇവിടെ ലഭിക്കാറുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ചൂട് നടക്കുമ്പം ഇവിടെ തോരാത്ത മഴയാണ്. ദിവസങ്ങളോളമായി മഴ തുടങ്ങിയിട്ട്. ഞാൻ ഈ പ്രദേശങ്ങളെല്ലാം മുള കൊണ്ടുള്ള വീടുകളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കോൺക്രീറ്റ് കൊണ്ടുള്ള വീടുകൾ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയുള്ളവർ മരണപ്പെട്ട അവരെ വീടിനോട് ചേർന്ന് തന്നെയാണ് അടക്കുന്നത്. മാത്രമല്ല ഒരു വലിയ കുഴിയെടുത്ത് അതിലൊരു മുറി പണിത് അവർ ഉപയോഗിച്ചു പോന്നിരുന്ന എല്ലാ വസ്തുക്കളും അതിൽ നിക്ഷേപിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള ആൾക്കാരാണ് മരിക്കുന്നതെങ്കിൽ അവർ ഉപയോഗിച്ചു പോന്നിരുന്ന വളരെ വില കൂടിയ വസ്തുക്കൾ പോലും ഈ കുഴിക്കകത്തേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പലരും പശുക്കളെയും പട്ടികളെയും എല്ലാം വളർത്തുന്നത് ഇതിനകത്ത് തന്നെയാണ്. ഇതൊരു മലമ്പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ മല മുഴുവൻ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നതാണ് ഇവിടുത്തെ പതിവ്. നല്ല ഫലപുഷ്ടമായ മണ്ണായതുകൊണ്ട് തന്നെ ഏതുതരം പച്ചക്കറികളും ഇവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ കുറച്ചെങ്കിലും ഭൂമിയുള്ള ഏതൊരാളുടെ വീടിന് മുമ്പിലും ഓറഞ്ച് മരങ്ങളും ധാരാളം ഉണ്ടാകും. സീസൺ സമയത്ത് ഇവിടെയുള്ളവർ ഞങ്ങളുടെ കോട്ടേഴ്സിലും ഓറഞ്ച് കൊണ്ടുതരും. നല്ല മധുരമാണ് കേട്ടോ ഇവിടുത്തെ ഓറഞ്ചിന്. ഓറഞ്ച് മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള പഴങ്ങൾ ഉണ്ടാകുന്ന നാടായതുകൊണ്ട് ഏതൊക്കെ പഴങ്ങൾ പാകമായാലും ഞങ്ങളുടെ കോട്ടേഴ്സിൽ ഇവിടെ അടുത്തുള്ളവർ കൊണ്ടു തരാറുണ്ട്. ഇവിടുത്തെ ചക്ക വളരെ ചെറുതാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഈ വീടുകളൊക്കെ എന്തുമാത്രം സൗന്ദര്യത്തിലാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് നോക്കിക്കേ. ഓരോ വീടും പൂർത്തീകരിക്കാൻ അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ, എല്ലാം പെട്ടെന്നാണ് തീർക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അവർ കോഴിയെ വളർത്തുന്നതൊക്കെ കാണാം. കോഴി മാത്രമല്ല ആട് പശു എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ വീടുകൾ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ വസ്ത്രധാരണങ്ങൾ പോലും ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിൻ്റെ രീതികളൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യണോ എന്ന് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ച് പിന്നെ ഓർത്ത് വേണ്ട, വീഡിയോയുടെ ലെങ്ത് കൂടുന്നല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാനും ഇവരുടെ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ സ്കൂളിൽ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കിന് ഇവിടുത്തെ കുട്ടികൾ കൊണ്ട് ഞങ്ങൾക്കും തരാറുണ്ട്. അവരുടെ ഇവിടുത്തെ കൾച്ചറിനനുസരിച്ചുള്ള
വസ്ത്രങ്ങളൊക്കെ. ഈ കാണുന്നത് വീടിനോട് ചേർന്നിരിക്കുന്ന ശവക്കല്ലറകളാണ് കേട്ടോ. വീഡിയോ എടുത്ത് പൂർത്തിയായി കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ നടന്നെൻ്റെ ക്വാർട്ടേഴ്സിലോട്ട് പോയി. ഈ കാണുന്നതാണ് ഈ നാട്ടിലെ ഉണക്കമീൻ. ഇവിടെയും കപ്പ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അരുണാചൽ പ്രദേശിലെ കപ്പ. ചെറിയ കപ്പയൊന്നുമല്ല, നല്ല നീളമുള്ള കപ്പയൊക്കെയാണ് കിട്ടുന്നത്. എന്നാൽ നല്ല ഇനം കപ്പയാണ്. ഇനി ഞാൻ ഈ നാട്ടിലെ പാല് കാണിക്കാം കേട്ടോ. ബോക്സിനകത്താണ് കിട്ടുന്നത്. ഇതുപോലെ ടെട്രാ പാക്കറ്റാണ് കിട്ടുന്നത്. ഇത് വാങ്ങി വെച്ചിട്ട് നമ്മൾ കുറച്ച് നാളത്തേക്കിന് ഉപയോഗിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ അന്നന്ന് കിട്ടുന്ന നാടൻ പാലൊന്നും ഇവിടെ കിട്ടാറില്ല.